ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നന്ദു അനിയെ പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സക്രിയ അവിടെ ഇടപെട്ടിട്ട് നന്ദുവിൻ്റെയും അനിയുടെയും യാത്ര തടസ്സപ്പെടുത്തുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് എസ് ആയ സക്കറിയ അതിലിടപെട്ടിട്ട് സിയയുടെ മനസ്സിലേക്ക് ഓരോ കുത്തിത്തിരിപ്പൊക്കെ ഇളക്കി വിടുകയാണ് കേട്ടോ. നന്ദുമ്മയുടെയും ആ പയ്യനും കൂടെ ഒന്നിച്ചു പോയാൽ അവർ തമ്മിൽ സംസാരിക്കാനും കാണാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് അത് മാറില്ലേ. അതുകൊണ്ട് അവരുടെ പോക്ക് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം, അല്ലെങ്കിൽ സാറും കൂടെ പോകണം എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് സിയ ആണെങ്കിലും ചാടിക്കയറി നന്ദുവിൻ്റെയും അനിയുടെ ഒപ്പം കൂടെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ഒന്നിച്ച് മജിസ്ട്രേറ്റിനെ കാണാൻ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് പോലും നന്ദു അനിയും കണ്ണുകൾ കൊണ്ട് പരസ്പരം സംസാരിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന സിഐ സച്ചിക്ക് താൻ കാണിച്ചത് വലിയൊരു മണ്ടത്തരമായി പോയി എന്നൊക്കെ തോന്നുകയാണ്. എങ്ങനെയും നന്ദുവിൻ്റെ മുമ്പിൽ താൻ ഒരു നല്ലവനാണെന്ന് തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടിയാണ് കേട്ടോ സിഐ സച്ചിയെ കാണിക്കുന്നത്. സിയയുടെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണുമ്പോഴേക്കും നന്ദുവിനും അതുപോലെ അനിക്കും തോന്നുന്നുണ്ട് ഇയാൾ എന്തൊരു മരവാഴിയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ അയാൾ നന്ദുവിനോട് പറയുന്നുണ്ട്, അനിയെ ഇപ്പം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയാൽ അയാൾ പിന്നെ ഒന്നും നോക്കത്തില്ല, അനിയെ റിമാൻഡ് ചെയ്യാനേ പറയുള്ളൂ. കോടതിയിൽ നിന്ന് ഒരു ജാമ്യം കിട്ടാനും പിന്നെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മളിപ്പം മജിസ്ട്രേറ്റിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകണ്ട, നമുക്ക് നേരെ സ്റ്റേഷനിലോട്ട് തന്നെ കൊണ്ടുപോകാം. എന്തായാലും നാളെ കോടതി വെച്ച് ജാമ്യം എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് തിരിച്ച് കൊണ്ടുവരുമ്പോൾ പോലും അനിക്കും നന്ദുവിനും പിന്നെയും കുറേ അധികം നേരം കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണെന്നുള്ളത് സി എ സച്ചി മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെ അവർ തിരിച്ച് സ്റ്റേഷനിലെത്തിയതിനു ശേഷം എസ് ഐ വന്നിട്ട് സി എയോട് പറയുന്നുണ്ട്, സാറേ നമ്മൾ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമായിപ്പോയി. നന്ദുമേടും ആ പയ്യനും കൂടെ ഒന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ സാറ് ആ കൂട്ടത്തിൽ പോയി. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ, സാറ് ഫ്രണ്ട് സീറ്റിൽ വരുന്നു, നന്ദുമേടും ആ പയ്യനും കൂടെ ഒരുമിച്ച് പുറകിലത്തെ സീറ്റിൽ വരുന്നു. അവർ തമ്മിൽ കാണാനും സംസാരിക്കാനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തതുപോലെ ആയില്ലേ സാറേ. അല്ലെങ്കിൽ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് തന്നെ സാറ് നന്ദുമേടത്തിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളാന്നൊക്കെ. ഇതിപ്പോൾ കാണിച്ചത് ശുദ്ധ മണ്ടത്തരം തന്നെ ആയിപ്പോയി എന്നൊക്കെ ഇങ്ങനെ എസ് ഐ പറയുന്നുണ്ട്. അന്നേരം സച്ചിക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് സി ഐ ആ സക്കറിയയോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദുവിൻ്റെ മനസ്സിൽ എന്നോടിപ്പോൾ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അനിയോട് മാന്യമായിട്ട് സംസാരിക്കാൻ പെരുമാറുമൊക്കെ ചെയ്താലല്ലേ നന്ദുവിന് എന്നോട് ഒരു ഇമ്പ്രഷനൊക്കെ തോന്നുകയുള്ളൂ. എന്തായാലും ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ലടോ. ഇനിയിപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സി ഐ ആ സക്കറിയോട് പറയുന്നുണ്ട്, തൻ്റെ കണ്ണ് എപ്പോഴും അവരുടെ മേൽ ഉണ്ടാവണം. അവർ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ എന്നോട് വന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് പിന്നെ സാറ് പറയേണ്ട കാര്യമില്ലല്ലോ സാറേ, അവരിൽ തന്നെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പയ്യൻ ഏത് നേരവും നന്ദുമേടത്തിനെ വായി നോക്കിയിരിക്കുകയാന്നേ. നന്ദുമ്മേടവും അവനോട് സംസാരിക്കാൻ കിട്ടുന്ന സമയമൊന്നും പാഴാക്കാറില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ശരി ശരി, തന്നാ പോയി തൻ്റെ പണിയൊക്കെ നോക്ക് എന്നും പറഞ്ഞിട്ട് സി എ സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അയാളെ. അങ്ങനെ അന്നത്തെ ദിവസം അനി സ്റ്റേഷനിൽ തന്നെ കഴിയുകയാണ് കേട്ടോ. നന്ദുവിന് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് നന്ദു പല ശ്രമങ്ങളും നടത്തി അനിയെ രക്ഷിക്കാനായിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല. സി ഐക്കാണെങ്കിലും അനിയെ ഒന്ന് ലോക്കപ്പിൽ കിടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് നടന്നല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് സി ഐ വീട്ടിലോട്ട് പോവുകയാണ്. ആ സമയത്ത് സി ഐ ഈ കേസിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട്. അനിയെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം എന്നൊക്കെ ഒരു ഉദ്ദേശം നമ്മുടെ സിയുടെ മനസ്സിലുണ്ട്. എങ്കിൽ മാത്രമല്ലേ നന്ദുവായിട്ടുള്ള വിവാഹം പെട്ടെന്ന് നടക്കുള്ളൂ. അതിന് തക്ക അനിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഫയലും ഒക്കെ ആയിട്ട് സി ഐ സച്ചി എന്ന് ഗസ്റ്റ് ഹൗസിലോട്ടൊക്കെ പോവുകയാണ്. അതേസമയത്ത് അനിയുടെ ഭാഗത്തു നിന്ന് വാദിക്കാനുള്ള ആ വക്കീലിന് ഈ കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരികയാണ്. ആ ഒരു സമയത്ത് ആദർശ് വിളിച്ചിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ ഏത് വകുപ്പ് പ്രകാരമാണ് അനിയെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വേണം. വക്കീൽ ആവശ്യപ്പെട്ടിട്ടാണ്. നാളെ കോടതിയിൽ വെച്ച് എങ്ങനെയെങ്കിലും അനിയെ പുറത്തിറക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം നന്ദു ആണെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ അത് അയച്ചു തരാം ആദർശേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഡ്യൂട്ടിയിലുള്ള കോൺസ്റ്റബിളിനെ വിളിക്കുകയാണ് കേട്ടോ. എടോ, ആ അനിയുടെ പേരിലുള്ള കേസിൻ്റെ ഫയലില്ലേ, ആ ഫയലിലെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ആ കോൺസ്റ്റബിളിൻ്റെ അടുത്ത്. ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ശരി മാഡം, ഞാൻ ഇപ്പം തന്നെ നോക്കിയിട്ട് അയച്ചു തരാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സി ഐയുടെ റൂമിലൊക്കെ പോയിട്ട് അയാൾ ആ ഫയലൊക്കെ അവിടെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ ഫയൽ കാണുന്നില്ല. എന്നിട്ട് ആ കോൺസ്റ്റബിൾ നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മാഡം ഞാൻ ഇവിടെ എല്ലാം തിരക്കി, ആ കേസ് ഫയൽ കാണുന്നില്ല, അത് മിക്കവാറും സി എസ് ആർ കൊണ്ടുപോയി എന്നാ തോന്നുന്നേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെ ഈ കേസ് ഫയലൊക്കെ സാറെന്തിനാ കോട്ടേഴ്സിലോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, എന്തിനായിരിക്കും അയാൾ ആ ഫയൽ എടുത്തുകൊണ്ട് പോയെന്നൊക്കെയുള്ള രീതിയിൽ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഡീറ്റെയിൽസ് ഒക്കെ ആദർശന് അയച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നന്ദു രണ്ടും കൽപ്പിച്ച് ആ സി ഐനെ വിളിക്കുന്നുണ്ട് ഫോണിൽ. കുറേ പ്രാവശ്യം വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കാതിരിക്കുമ്പോഴേക്കും നന്ദു വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അതൊന്നും അയാൾ കാണുന്നില്ല. അതിനുശേഷം നന്ദു പിന്നെയും ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. അപ്പോഴും അയാൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഇയാൾക്കിത് എന്താ പറ്റിയേ, അല്ലെങ്കിൽ ഇയാൾ ഞാൻ വിളിച്ച ഉടനെ ഫോൺ എടുക്കുന്നതാണല്ലോ, ഇപ്പം ഇയാൾക്കിത് എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നന്ദു.
അതേ സമയത്ത് CA സച്ചിക്കാണെങ്കിലും ഇന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അത് CA സച്ചിയുടെ ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ. ആരും അറിയാതെ അയാൾ ഗേൾ ഫ്രണ്ടിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് CA സച്ചി തന്നെ ആ ഗേൾ ഫ്രണ്ടിന് വേണ്ട ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എത്ര നാളായിടോ തന്നെ ഒന്ന് കണ്ടിട്ട്, ഇപ്പം തനിക്ക് പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ CA സച്ചി. അന്നേരം ആ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അതെങ്ങനെയാ സാറിനല്ലേ ഇപ്പം പഴയ പോലെ എന്നോട് സ്നേഹമില്ലാത്തത്? സാർ ഈ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തേ പിന്നെ ആ SIയുടെ പിന്നാലെയല്ലേ? ഒന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ സാറ് വിചാരിച്ചത്? സാറിനിപ്പം ആ SIയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നുന്നില്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ ഗേൾ ഫ്രണ്ട്. അപ്പം CA സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ അത് വേറെ ഇത് വേറെ, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നീ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ ആരും ഉള്ളൂ. നിന്നോടുള്ള അത്ര സ്നേഹം എനിക്ക് ആ പെണ്ണിനോടില്ല. പിന്നെ ഫോർമാലിറ്റിക്ക് അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരു കല്യാണം കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ പ്രൊഫഷനിലുള്ള അവളെ തന്നെ അങ്ങ് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പം ഏതു നേരവും കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൾ പുറത്തൊക്കെ ആയിരിക്കും, ഏതു നേരവും ബിസിയും ആയിരിക്കും. അപ്പോഴും നമുക്ക് സംസാരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒത്തുകൂടാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടുമല്ലോ. അതൊക്കെ കൊണ്ടാ മോളെ ഞാൻ അവളെ തന്നെ കല്യാണം കഴിക്കാനൊക്കെ വിചാരിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം ഗേൾഫ്രണ്ട് പറയുന്നുണ്ട്, ഇയാളൊരു കുറുമ്പം തന്നെ. അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കാരണമാണേ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടേച്ച് വേറൊരുത്തിയുടെ പിന്നാലെ പോവോ? എനിക്കിപ്പോൾ എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? ആ നന്ദു എന്ന് പറയുന്നവളെ ഇച്ചിരി ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാ. ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ SI അല്ലേ അവള്? അവരുടെ ആഗ്രഹമല്ലേ? അപ്പൊ പിന്നെ അവരുടെ ആഗ്രഹത്തിന് ഞാനായിട്ട് ഇനി എതിര് നിന്നൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് ആ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഒരേ പ്രൊഫഷനിലുള്ളവർ തന്നെയല്ലേ, ഒരു SIയും ഒരു CAയും? എന്തായാലും കൊള്ളാം. കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സാർ എന്നെ മറക്കും, അതെനിക്ക് അറിയാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഗേൾ ഫ്രണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും സാർ എന്നെ കാണാൻ വരികയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ പിടിച്ച് ജയിലിലാക്കൂല സാറേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അങ്ങനെയൊന്നും ഇല്ലടോ, നമ്മൾ തമ്മിലുള്ള ബന്ധം എത്ര കാലമായി തുടങ്ങിയിട്ട് ഇതുവരെ ഈ ബന്ധം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇതും രഹസ്യമായിരിക്കുമെന്നേ. ഇതും അങ്ങനെ തന്നെ നമ്മളെ ഹാൻഡിൽ ചെയ്യും, ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗേൾ ഫ്രണ്ടിനെ ചേർത്ത് പിടിക്കാനോ കേട്ടോ CA സച്ചി. അവരിങ്ങനെ കൊഞ്ചി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്തേക്ക് നമ്മുടെ CAയുടെ ഫോൺ പിന്നെയും റിങ് ചെയ്യുന്നുണ്ട്. നന്ദു ആണ് കേട്ടോ വിളിക്കുന്നത്. അന്നേരം ആ ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ആരാ സാറിന് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരം ഇത്രയും ആയല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും CA പറയുന്നുണ്ട്, അതാ നന്ദു ആന്നേ. അവളെന്തിനാ വിളിക്കുന്നതെന്നറിയില്ല, എന്തായാലും ഇപ്പം കോൾ എടുത്താൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ആ ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ സാറ് പറഞ്ഞത്? സാറിന് അവളെ വലിയ കാര്യമൊന്നും അല്ലാന്ന്. അവള് കൊണ്ടുകൂടാന്ന് സാറിനെ വിളിക്കുന്നുണ്ടല്ലോ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും CA പറയുന്നുണ്ട്, ഇത് സ്റ്റേഷനിലെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും, അല്ലാതെ അവൾ എന്നെ ഇങ്ങനെ കുണുകൂടാന്നൊന്നും വിളിക്കാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനാ അങ്ങോട്ട് വിളിക്കാറുള്ളത്, അവൾ എന്നെ അങ്ങനെ വിളിക്കാറില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ CA സച്ചി. എന്തായാലും ഇപ്പം ഞാൻ കോൾ എടുക്കുന്നില്ല, എന്തുവാണെങ്കിലും നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് CA സച്ചി. എന്നിട്ട് ഫോൺ സൈലന്റ് മോഡിലും ആക്കുന്നുണ്ട്. നന്ദു പിന്നെയും 2-3 പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടൊന്നും CAയുടെ ഫോണിൽ ഒരു അനക്കവും ഇല്ല കേട്ടോ. അങ്ങനെ ഇയാൾക്കിത് എന്തു പറ്റി? ഇയാൾ അല്ലെങ്കിൽ എൻ്റെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ ചാടി എടുക്കുന്നതാണല്ലോ. ഇപ്പം ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഇയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് എന്തായാലും ഇനി അയാളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് തന്നെ പോകേണ്ടി വരും. ആദർശ് ചേട്ടന് എത്രയും പെട്ടെന്ന് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ? ഇതിപ്പോൾ എൻ്റെയും കൂടെ ആവശ്യമല്ലേ? അനി എങ്ങനെയെങ്കിലും ജയിലിൽ പോകാതെ ജാമ്യത്തിൽ ഇറക്കേണ്ടതല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നന്ദു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്വാർട്ടേഴ്സിലോട്ട് വരികയാണ്. നന്ദു ഇറങ്ങുന്ന സമയത്ത് കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാത്രിയിൽ നീ എവിടെ പോകാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാൻ ആ CA സച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ്. അയാൾ ആ അനിയുടെ കേസ് ഫയൽ എടുത്തോണ്ടാണ് ഗസ്റ്റ് ഹൗസിലോട്ട് പോയേക്കുന്നത്. ഇപ്പം എന്നെ ആദർശേട്ടനും നയനേച്ചിയും വിളിച്ചായിരുന്നു, എത്രയും പെട്ടെന്ന് ആ കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ. നാളെ അനിക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന വക്കീലിന് അയച്ചു കൊടുക്കാനാണത്രേ. ഇയാൾ ഈ കേസ് ഫയലൊക്കെ ആയിട്ട് ഗസ്റ്റ് ഹൗസിലോട്ട് എന്തിനാ പോയത്? അങ്ങനെ അതും കൊണ്ട് അങ്ങോട്ട് പോകേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇയാൾ അതും എടുത്തുകൊണ്ട് പോയേക്കുന്നത്? ഓരോരോ തലവേദന ഉണ്ടാക്കാനായിട്ട്. ഞാനെന്തായാലും അയാളെ പോയി കണ്ടിട്ട് അയാളുടെ അതൊന്ന് മേടിച്ചുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അന്നേരം കനയ്ക്കും ഗോവിന്ദനും പിന്നെ എതിർത്തൊന്നും പറയാനില്ല കേട്ടോ. കാരണം നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന സച്ചിമോനെ കാണാനല്ലേ പോയേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും ഗോവിന്ദേട്ടാ എന്നൊക്കെ തന്നെയാണ് കേട്ടോ കനകയും പറയുന്നത്. എന്തായാലും മോള് പോയിട്ട് വരട്ടെ. അങ്ങനെ നന്ദു അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, നന്ദൂട്ടൻ്റെ ഈ പോക്ക് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സച്ചിമോൻ്റെ അടുത്തേക്ക് പോകാമെന്നല്ലേ അവൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇവൾ അവിടെ ചെല്ലട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സച്ചിമോനെ വിളിച്ചിട്ട് ചോദിക്കാം നന്ദു അവിടെ വന്നായിരുന്നു എന്നൊക്കെ ഉള്ളത്. ശരിയാ കനക നീ പറഞ്ഞത്, നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് സച്ചിമോനെ വിളിച്ച് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തോട്ട് കയറി പോകുന്നുണ്ട്.
നന്ദു ആണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ആദർശേട്ടന് അയച്ചു കൊടുക്കാനായിട്ട് ധൃതി വെച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നന്ദു പെട്ടെന്ന് തന്നെ ക്വാർട്ടേഴ്സിലോട്ട് എത്തുകയാണ് കേട്ടോ. CSRൻ്റെ വാഹനമൊക്കെ അവിടെ കിടക്കുന്ന കാണുമ്പോഴേക്കും അയാൾ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് കൺഫേം ചെയ്യുകയാണ് കേട്ടോ നന്ദു. അതോടൊപ്പം തന്നെ അവിടെ വേറൊരു സ്കൂട്ടിയും കൂടെ ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുന്ന നന്ദു ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇയാളെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് നന്ദു എന്തായാലും കോളിംഗ് ബെൽ അടിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് അവിടെ സൈഡിൽ മാറിയിട്ട് ഒരു ലേഡി സ്റ്റെപ്പിൽ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ നന്ദുവിന് ഒരു സംശയമാവുന്നുണ്ട്. സാർ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലെന്നാണ് തോന്നുന്നത്. ഇന്ന് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ നന്ദു. എന്തോ ഒരു പന്തികേട് നന്ദുവിന് തോന്നുന്നുണ്ട്. നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാളുടെ അടുത്തോട്ട് ആര് വന്നാലും എനിക്കെന്താ, എന്നെ എന്തായാലും ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ വന്നത് അനിയുടെ കേസ് ഫയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിയാൽ ഞാൻ സ്ഥലം കാലിയാക്കും. അത് കിട്ടിയാൽ ഉടനെ തന്നെ എനിക്ക് ഇവിടുന്ന് പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ നന്ദു ഡോറ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് 2 പ്രാവശ്യം കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും CI സച്ചി വന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് തുറക്കുമ്പോഴേക്കും CI സച്ചി അങ്ങ് ഞെട്ടി വരച്ച് നിൽക്കുകയാണ് നന്ദുവിനെ കണ്ടിട്ട്. നന്ദു എന്താ ഈ സമയത്ത്, നന്ദു എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അയാൾ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. നന്ദുവിനോട് അകത്ത് കയറി ഇരിക്കാൻ പോലും അയാൾ പറയുന്നില്ല. അപ്പം തന്നെ നന്ദുവിനൊരു സംശയം ആകുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സാർ അത് പിന്നെ അനിയുടെ ആ കേസ് ഫയൽ സാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നോ? എന്നെ ഇപ്പോൾ ആദർശേട്ടൻ വിളിച്ചിരുന്നു. ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് പിന്നെ അനിക്ക് വേണ്ടിയിട്ട് നാളെ ഹാജരാകാൻ പോകുന്ന വക്കീലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറ് എന്നിങ്ങനെ ചോദിക്കാനോട്ടോ നന്ദു. അപ്പോഴും അയാളിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അയാളാണെങ്കിലും നന്ദു പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അകത്ത് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യം നന്ദു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അയാളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അന്നേരത്തേക്ക് നന്ദു പിന്നെയും ചോദിക്കണ്ടേ, സാർ ഞാൻ ചോദിച്ച സാർ കേട്ടില്ലേ? ആ ഡീറ്റെയിൽസൊക്കെ ആ വക്കീലിന് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഹേയ് എന്ത് പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നന്ദു, അനന്തപുരിയിലെ പയ്യനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് CI സാറിന് ആ ഗേൾ ഫ്രണ്ടിൻ്റെ ചപ്പൽ അവിടെ കിടക്കുന്ന കാണുന്നത്. അത് കാണുമ്പോഴേക്കും അയാൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അയാളത് പതിയെ കാലം കൊണ്ട് ചവിട്ടി താഴെ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദു അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അല്ലേ സാർ ഇന്നിവിടെ സാറിന് ഗസ്റ്റ് ഉണ്ടോ? അതൊരു ലേഡീസിൻ്റെ ചപ്പലാണല്ലോ, ആരാ സാർ ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരത്തേക്ക് അയാൾ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഇവിടെ വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് ഞാനൊരു സെർവൻറ്റിനെ ഇവിടെ വെച്ചിട്ടുണ്ട്, അവരുടെ ചെരുപ്പാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ തപ്പിത്തടഞ്ഞുള്ള പറച്ചിലിൽ നിന്ന് തന്നെ നന്ദുവിന് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. അല്ല സാർ ഇവിടെ തനിച്ചല്ലേ, അപ്പം ഈ ലേഡി സെർവൻറ്റ് രാത്രി ഇവിടെയാണ് കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ നന്ദു. ഹേയ് അങ്ങനെയൊന്നുമില്ല, ആഴ്ചയിൽ 1-2 ദിവസം ഇവിടെ വരും, എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് പോകും, അത്രയേ ഉള്ളൂ. ആഴ്ച 2 ദിവസമേ അവരിവിടെ കാണുള്ളൂ. ആദ്യത്തെ ദിവസം അവർ അകമ്പണിയൊക്കെ ചെയ്യും, 2ാമത്തെ ദിവസം പുറംപണിയൊക്കെ ചെയ്തിട്ടാണ് പോകാറുള്ളത്, അങ്ങനെ പതിവെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴും എന്തോ ഒരു സംശയമുണ്ട്. അന്നേരത്തേക്ക് നന്ദുവിന് എന്തോ സംശയം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന CI സച്ചി ഉടനെ ഇനി അതിൻ്റെ പേരിൽ ഒരു ഡൗട്ട് നന്ദുവിന് തോന്നണ്ടെന്നൊക്കെ കരുതിയിട്ട്, നന്ദു അകത്ത് കയറി ഇരിക്കുക, ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ആ ഫയൽ എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ഇരിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദു അകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് നന്ദു ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട്. ആ CI നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നന്ദുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ചായ വേണോ അതോ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, വേണ്ട സാറേ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് പോകാമായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ CIയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ നന്ദുവിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നന്ദുവിന് കാണിക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിലും അതൊക്കെ ഫോട്ടോ എടുത്ത് ആദർശിനും അയച്ചു കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് ആ CIയോട് പറയുന്നുണ്ട്, എന്നാൽ ശരി സാർ ഞാൻ പോവുകയാണ്, ഇത് ആദർശേട്ടന് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് CI പറയുന്നുണ്ട്, നന്ദു ഇവിടെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, വേണ്ട സാർ അതൊക്കെ പിന്നീടാണെങ്കിലും ആകാമല്ലോ, എന്തായാലും ഞാനിപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയില്ലേ, ഞാൻ പോയേക്കുവാണ് സാർ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിലും നന്ദുവിനെ പെട്ടെന്ന് പറഞ്ഞു വിടണം എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് കേട്ടോ CI സച്ചിക്കും. കാരണം അകത്ത് ഗേൾ ഫ്രണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, തന്നെയല്ല അവളുടെ കാര്യം നന്ദു അറിയാനും പാടില്ലല്ലോ. അങ്ങനെ നന്ദു പോവാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും തന്നെ അയാൾ എന്നാൽ ശരി നന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയാക്കുന്നുണ്ട്. അതേസമയത്തിന് പെട്ടെന്ന് തന്നെ അയാൾ ഡോറ് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നന്ദുവിന് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. ഇയാളുടെ ഈ പേടിയും പരിഭ്രമവും ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഒരു 10 മിനിറ്റോളം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നന്ദുവിന് മനസ്സിൽ തോന്നുന്നുണ്ട്, എന്തായാലും ഇവിടെ വന്നിട്ടുള്ളത് ഒരു സെർവൻ്റൊന്നും അല്ല, അയാളുടെ ഏതെങ്കിലും കള്ളക്കാമുകയാകാനേ ചാൻസ് ഉള്ളൂ. അയാളുടെ പേടിയും എപ്പോഴൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെയുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നന്ദു അവർ കാണാതെ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് ആ ജനലിൽ അകത്തോട്ട് നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സെർവൻറ്റ് ഹാളിലോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവളി പോയോ?
സാറ് കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന പെണ്ണല്ലേ ഇപ്പോൾ വന്നിട്ട് പോയത്, അവൾ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അത് പിന്നെ ഒരു കേസിൻ്റെ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവൾക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ചോദിച്ചു, സാറ് മാത്രമല്ലല്ലോ, ഇന്നിവിടെ വേറെ ആരോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാനൊരു സെർവൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ ഒഴിവാക്കി വിട്ടത്. അവളെങ്ങാണ് നിന്നെ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞേനെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അത് ശരിയാ, എങ്കിൽ പിന്നെ സാറിൻ്റെ കല്യാണം കോളം ആയേനെ, പിന്നെ പെണ്ണ് കിട്ടാതെ മൂത്ത് നരച്ചിരിക്കേണ്ടി വന്നേനെ സാറിനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയാണ്. അപ്പോഴേക്കും സി ഐ പറയുന്നുണ്ട്, അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, അവൾക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവളുടെ മനസ്സിൽ അങ്ങനെ ചെറിയ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവൾ അത് കണ്ടുപിടിക്കാൻ ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്ന്, നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗേൾ ഫ്രണ്ടിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ സി ഐ സച്ചി. ഇത് കാണുമ്പോൾ നന്ദുവിന് ആകെ ഷോക്കാവുന്നുണ്ട്. നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഓ രക്ഷപ്പെട്ടു, ഇതേപോലെ ഒരു ആഭാസന്റെ തലയിലാണല്ലോ എന്നെ കെട്ടിവെക്കാൻ നോക്കിയത്. ഇതിപ്പോൾ എല്ലാവരും കാണണം, ഇയാളുടെ എല്ലാ ലീലാവിലാസങ്ങളും എല്ലാവരും അറിയണം. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലൊക്കെ ഇയാൾ ഭയങ്കര മാന്യത നടിച്ച് നടക്കുകയില്ലായിരുന്നോ? ഇയാളുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കുകയില്ല. അനിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇയാളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വേണമെങ്കിൽ അവരൊക്കെ പറയും. എന്തായാലും ഇതുപോലൊരു അവസരം എനിക്കിനി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കയ്യോടെ ഇതൊരു വീഡിയോ എടുത്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അച്ഛനും അമ്മേനെയും കാണിച്ചു കൊടുക്കാമല്ലോ, അവരെനിക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഈ മാരണം അങ്ങ് ഒഴിവായി പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ നന്ദു എടുക്കുന്നുണ്ട്. ഇത് വേറെ ആരെയും കാണിച്ചില്ലെങ്കിലും അച്ഛനെ അമ്മയും നയനേച്ചിയും കാണിക്കണം എന്നൊക്കെ നന്ദു ചിന്തിക്കുന്നുണ്ട്. അവരാണല്ലോ ഇയാളെ എൻ്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്നത്. ഇത് കാണുമ്പം എന്തായാലും അവരുടെ ആഗ്രഹമൊക്കെ അങ്ങ് തീർന്നു കിട്ടും. എന്തായാലും ഇപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് തന്നെ വലിയ കാര്യമായിപ്പോയി. ഇല്ലെങ്കിൽ ഈ രംഗങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ. ഇതെനിക്ക് കിട്ടിയ ഒരു തുറപ്പ് ചീട്ടാന്നൊക്കെ തന്നെ നന്ദു ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നന്ദു അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന നന്ദു ആകെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇനി ആരും എന്നെ ഇയാളുമായിട്ടുള്ള കല്യാണത്തിന് നിർബന്ധിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ച് തന്നെ നന്ദു വരുന്നുണ്ട്. അങ്ങനെ നന്ദു തിരികെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്, മോള് പോയ കാര്യം എന്തായി, ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കിട്ടിയേച്ചാ, ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അന്നത്തേക്ക് നന്ദുവിൻ്റെ മുഖത്ത് നല്ലൊരു സന്തോഷമുള്ള ഫേസാണ് കേട്ടോ. ആ സമയത്ത് കനക നന്ദുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് നിന്റെ മുഖത്തിനൊരു മാറ്റം, നീ പോയതുപോലല്ലോ തിരിച്ചു വന്നേക്കുന്നത്, പോയപ്പോൾ നിനക്ക് നല്ല സങ്കടമായിരുന്നു, ഇപ്പം നിനക്ക് എന്തോ നല്ല സന്തോഷമുള്ള പോലെയാണല്ലോ തോന്നുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അല്ല അമ്മേ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നന്ദു ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, ആ സി എ സച്ചിദാനന്ദൻ വളരെ നല്ല ആളാണെന്നല്ലേ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ധാരണ. നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വന്ന ആലോചനയാണ്, എനിക്ക് പറ്റിയ ചെറുക്കനാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഞങ്ങൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുടുംബജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ അല്ലായിരുന്നോ നിങ്ങൾ പറഞ്ഞത്. ചേച്ചിമാരെ പോലും അയാൾ കയ്യിലെടുത്ത് കളഞ്ഞു, അവർ പോലും എൻ്റെ അയാളുടെ കല്യാണം നടക്കണമെന്നല്ലേ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ് കേട്ടോ. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, അതിലിപ്പോൾ എന്താ പ്രശ്നം, അയാൾ നല്ലൊരു മനുഷ്യൻ തന്നെയല്ലേ, മോക്ക് ചേരുന്ന ഒരാൾ തന്നെയല്ലേ ആ സി എ സച്ചിദാനന്ദൻ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, പിന്നല്ലാതെ ഇവള് ചുമ്മാ ഓരോന്ന് പറയുകയാണ് ഗോവിന്ദേട്ടാ, അനി ഇപ്പൊ ജയിലിലല്ലേ, അതിന്റെ ഓരോ ദേഷ്യം തീർക്കാനായിട്ട് ഇവള് ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയുന്നതാണ്. സച്ചിമോനെ വളരെ നല്ല സ്വഭാവം തന്നെ, ഞങ്ങൾക്കൊക്കെ സച്ചിമോനെ ഒരുപാട് ഇഷ്ടമായി, നിന്റെ ചേച്ചിമാർക്കും ബോധിച്ചു, പിന്നെ ഇനിയിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്, എല്ലാം അറിഞ്ഞിട്ടും അതുപോലെ ഒരു ആലോചനയായിട്ട് വന്നില്ലേ സച്ചിമോൻ, അത് തന്നെ നമ്മുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. എന്തായാലും നീയും സച്ചിമോനും തമ്മിലുള്ള വിവാഹമൊക്കെ പെട്ടെന്ന് തന്നെ ഉറപ്പിക്കണം, അതിന് നീ തടസ്സമൊന്നും പറയാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല. കനക പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറയുന്നതൊക്കെ ഉള്ളത് എനിക്കറിയാവിടെ മോളെ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ കനക ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇയാളുമായിട്ടുള്ള വിവാഹവും നടക്കാൻ പോകുന്നില്ല അമ്മേ. എന്താ നീ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനക ദേഷ്യപ്പെടുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എനിക്ക് വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് ഈ സി എ സച്ചിദാനന്ദന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിച്ചായിരുന്നോ? സംസാര വൈഭവം കൊണ്ട് അയാൾക്ക് എല്ലാവരെയും കയ്യിലെടുക്കാൻ എടുക്കുന്നുണ്ട്. അങ്ങനെയാ അച്ഛനെയും അമ്മയും ചേച്ചിമാരെയൊക്കെ അയാൾ കയ്യിലെടുത്തത്. അതുപോലെ തന്നെ ആദർശേട്ടനെ അയാൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദൂട്ടാ, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ വെറുതെ ഇടങ്കോലിടരുത് കേട്ടോ. സച്ചിമ നല്ല ഒരാൾ തന്നെയാണ്, ഞങ്ങൾക്കറിയാം. ആ കുട്ടിക്ക് അങ്ങനെയുള്ള ചീത്ത സ്വഭാവം ഒന്നും കാണില്ല. നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഓവാമ്മേ, ഇത്രയും നാളെ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അയാൾക്കിപ്പോൾ 10-33 വയസ്സായില്ലേ അമ്മേ. ഇത്രയും നാളും അയാൾ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? അയാൾക്ക് വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊക്കെ എന്തിനാ മോളെ നമ്മൾ അന്വേഷിക്കുന്നത്, ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഗോവിന്ദൻ.
കനക പറയുന്നുണ്ട്, നിന്നെ കണ്ട പാടെ തന്നെ സച്ചിമോൻ ഇഷ്ടപ്പെട്ടു. നിന്നെ പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരാളെ ഇതുവരെ കാണാത്തോണ്ട് ആ കല്യാണം ഒന്നും നടക്കാനെന്നാ സച്ചിമോൻ ഞങ്ങളോട് പറഞ്ഞെന്ന് പറയുകയാണ് കേട്ടോ കനക. വീട്ടുകാരൊക്കെ വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പോലും തനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നാ ഞങ്ങളോട് പറഞ്ഞതെന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയാണല്ലേ അയാൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. അയാളുടെ സംസാരം കേട്ട് അയാൾ ഒരു മാന്യനാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇപ്പം കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ച് വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അയാൾക്ക് എന്നെ സംശയരോഗമാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എങ്ങനെയാകുമ്പോൾ ഞാൻ ജീവിക്കുന്നത്? തന്നെയുമല്ല, കണ്ട പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടക്കുന്ന അയാൾ കല്യാണം കഴിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഞാനും അനിയും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വിവാഹം എടുപടിയിൽ നിന്ന് നടത്താൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. പക്ഷേ അയാളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടെന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് നന്ദൂട്ട, വെറുതെ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. കാരണം അങ്ങനെയാണല്ലോ നിന്റെയും അവന്റെയും പോക്ക്. കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നീയും അവനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതും ഓരോ സ്ഥലത്ത് കറങ്ങി നടക്കുന്നതും. ഞങ്ങൾ എന്താ ഒന്നും അറിയുന്നില്ലെന്നൊക്കെയാണോ നീ വിചാരിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ കനക. അപ്പൊ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ പറഞ്ഞ നിങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിത് വീഡിയോ എടുത്തുകൊണ്ട് വന്നത് നിങ്ങളെ രണ്ടുപേരെയും കാണിക്കാൻ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും സച്ചിമോന്റെ പ്രവർത്തികളെ കുറിച്ചിട്ടൊക്കെ. സച്ചിമോന്റെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അയാൾ എത്രത്തോളം മാന്യനാന്നുള്ളത്. രണ്ടുപേരും കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ആ മൊബൈലിലെടുത്ത് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നന്ദു, കണ്ടല്ലോ, ഇതാണ് CA സച്ചിദാനന്ദന്റെ ശരിക്കുള്ള സ്വഭാവം. കൂടെയുള്ളത് അയാളുടെ കള്ളക്കാമുകി തന്നെയാ. ഇങ്ങനെയുള്ള ഒരാളുമായിട്ടാണോ അച്ഛാ എന്റെ വിവാഹം നടക്കേണ്ടത്? ഈശ്വരനായിട്ടാ ഇപ്പൊ എന്നെ അങ്ങോട്ടേക്ക് പോകാൻ തോന്നിച്ചത്. അനിയുടെ കേസിന്റെ ഫയൽ അയാൾ ഗസ്റ്റ് ഹൗസിലോട്ട് കൊണ്ടുപോയത് കൊണ്ടല്ലേ ഇപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത്. അങ്ങോട്ട് പോയത് കൊണ്ടാ അയാളുടെ ശരിക്കുള്ള സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതൊക്കെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ ഗോവിന്ദനും കനകയും. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെ, ഇത് എന്താ മോളെ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതെ അച്ഛാ, ഇത് അയാൾ തന്നെയാ. അയാൾ കാണാതെ ഞാൻ എടുത്ത വീഡിയോയാ ഇത്. ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് അയാൾ പകൽമാന്യനായിട്ട് നെളിഞ്ഞു നടക്കുന്നത്. ഇനി പറ, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കണോ? എന്തായാലും അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ചെറുക്കം കൊള്ളാം. എന്തൊക്കെ പറഞ്ഞു ഞാൻ, അയാളുടെ സ്വഭാവം ശരിയല്ലാന്ന് എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളതൊന്നും അംഗീകരിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ അയാളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊക്കെ എനിക്ക് അതിനോടുള്ള ഇഷ്ടത്തിന്റെ കൂടുതലുകൊണ്ട് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതാണേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടെന്ന് നിങ്ങളെ കാണിച്ചത്. കനക ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്, നന്ദൂട്ടാ, ഇതൊക്കെ സത്യം തന്നെയാണോ? അതോ നീ വെറുതെ ഉണ്ടാക്കി പറയുന്ന വല്ലതും ആണോ? അല്ല, ഇപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. നീ ആ പാവം ചക്കനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദുവിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നത്? ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സീരിയസ്നെസ് അമ്മയ്ക്കൊന്ന് മനസ്സിലായിക്കൂടെ? ഇത് അയാളുടെ ഗസ്റ്റ് ഹൗസിൽ അയാൾ കാണാതെ ഞാൻ എടുത്ത വീഡിയോ ആണ്. കുറച്ച് മുമ്പ് എടുത്ത വീഡിയോയാ. ഇപ്പൊ അങ്ങോട്ടേക്ക് പോയാൽ പോലും ആ പെണ്ണ് അവിടെ കാണും. അച്ഛനും അമ്മയ്ക്ക് ഞാൻ പറയുന്ന വിശ്വാസം ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി നോക്ക്. അന്നേരം രണ്ടുപേരെയും കൈയോടെ പിടികൂടാന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ആ വീഡിയോ കണ്ടതല്ലേ? അതിൽ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന കേട്ടതില്ലേ? അവർ പറയുന്നുണ്ട്, എന്നെ കുറിച്ചിട്ടും അതിൽ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇത് ഉണ്ടാക്കിയതാണോ അല്ലെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്നിട്ട് ആ വീഡിയോ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, കേട്ടല്ലോ, അയാളും ആ പെണ്ണും കൂടെ പറഞ്ഞതൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ഇനി ഇത് കള്ളമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും അറിഞ്ഞത് നന്നായി മോളെ. വിവാഹത്തിന് ശേഷമാണ് ഇത് അറിഞ്ഞിരുന്നെങ്കിലോ എന്റെ മോളുടെ ഭാവിയല്ലേ ഇല്ലാതായി പോകുന്നത്. എന്തായാലും ഇതിപ്പോ ഈശ്വരനായിട്ടാണ് നമ്മളെ അറിയിച്ചത്. ഒരു ലോജിക്കും ഇല്ലാതെയാ അയാളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ. മരവാഴ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഏസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചിട്ട് അയാൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ മനസ്സിൽ അയാളോട് സ്നേഹം ഉണ്ടാകാനായിട്ട് അയാൾ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ നന്ദു. എന്തായാലും ഇനി എനിക്ക് ഉടനെ എങ്ങും ഒരു വിവാഹം വേണ്ടച്ചാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. ഇപ്പോൾ വിവാഹത്തിന് ഒട്ടും ഞാൻ പ്രിപ്പയർഡ് അല്ല. എന്തായാലും ഇപ്പൊ രണ്ടുപേരും എനിക്ക് വേണ്ടിയിട്ട് വിവാഹമൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യേ. നാളെ തന്നെ ആ CA വിളിച്ചിട്ട് പറയണം വിവാഹത്തിന് സമ്മതമല്ല എന്നുള്ളത്. ഇനി അയാൾ എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്താൽ എന്റെ തനി സ്വഭാവം അയാൾ കാണും. CA ആണെന്നോ മുതിർന്ന ഓഫീസർ ആണെന്നോ ഒന്നും ഞാൻ നോക്കില്ല. അയാളുടെ കാരണത്തിട്ട് തന്നെ ഞാൻ നല്ല പൊട്ടീര് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നന്ദു അകത്തോട്ട് പോയതിനു ശേഷം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്റെ ഗോവിന്ദേട്ടാ, അവനെ കണ്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണെന്ന് തോന്നുവോ? എന്ത് മാന്യമായിട്ടാ അവനിവിടെ വന്ന് സംസാരിച്ചതൊക്കെ. അവൻ ഒരു നല്ലവനാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി അല്ലേ? അവന്റെ സ്വഭാവം ഇതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നയനമോളെയും ആദർശിനെയൊക്കെ വിളിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക പെട്ടെന്ന് തന്നെ നയനെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറയുന്നുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, ആണോ അമ്മേ, അയാളുടെ സ്വഭാവം ഇത്രയ്ക്ക് മോശമായിരുന്നോ? നമ്മളൊക്കെ അയാൾ ഒരു മാന്യനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നല്ലോ. അതേ മോളെ, എന്ത് ചെയ്യാനാ?
നന്ദുവിൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നായിരുന്നല്ലോ നമ്മളൊക്കെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആലോചന വന്നപ്പം എന്തുകൊണ്ടും നന്ദുവിന് യോജിച്ച ഒരു ആലോചന ആയിരിക്കും എന്നല്ലേ നമ്മൾ കരുതിയത്. അയാൾക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലല്ലോ മോളെ. തന്നെയല്ല, ഇതുപോലെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന അയാൾക്ക് നമ്മുടെ നന്ദൂട്ടനെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും മോളെ? നമ്മൾ അതൊന്നും അറിയാതെ നന്ദൂട്ടനെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നന്ദൂട്ടൻ്റെ ജീവിതം തന്നെ എന്താവുമായിരുന്നു? അയാൾ ഒരു പെൺകോന്തനാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയി മോളെ എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ ഇങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ CIനെ വിളിച്ചിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എൻ്റെ നന്ദുമോളെ തനിക്ക് വിവാഹം ചെയ്തു തരാൻ സമ്മതമല്ല എന്ന് തന്നെ ഗോവിന്ദൻ പറയുമ്പോഴേക്കും എന്താ അതിന് കാരണം, എന്ത് പറ്റി ഇപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഗോവിന്ദനോട്. അപ്പോൾ പറയുന്നുണ്ട്, തൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എന്തായാലും എൻ്റെ നന്ദുമോളെ തനിക്ക് കെട്ടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണെന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. താൻ ഇനി ഏത് പെൺകുട്ടിയുടെ കൂടെ വേണമെങ്കിലും അഴിഞ്ഞാടി നടന്നോ, എൻ്റെ നന്ദുമോളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൻ്റെ അവിഹിത ബന്ധമൊക്കെ ഞങ്ങൾ അറിഞ്ഞിടോ, ഇനി താൻ കൂടുതലൊന്നും ന്യായീകരിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഗോവിന്ദൻ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ആ സമയത്ത് CI സച്ചി അങ്ങ് ഉറഞ്ഞു തുള്ളി നിൽക്കുന്നുണ്ട്. അങ്ങനെ വിവാഹത്തിൽ നിന്ന് അവർ പിന്മാറുകയാണെന്നൊക്കെ കൂടെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്കും അനിയോടുള്ള ദേഷ്യം കൂടുകയാണ് കേട്ടോ. അങ്ങനെ അനിയോടും നന്ദുവിനോടും ഒരു വൈരാഗ്യം എന്ന പോലെ CI സച്ചി പെരുമാറാൻ തുടങ്ങിയാണ്. ഇനി മുതൽ ഇത് എൻ്റെയും കൂടെ പ്രശ്നമാണ്. അനിയും നന്ദുവിനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ CI സച്ചി തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ അനാമികയെ പോലെ തന്നെ CI സച്ചിയും ഇവരെ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങിയാണ്. അങ്ങനെ അതൊരു വലിയ പ്രശ്നം തന്നെ ആവുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട്